എല്ലാ മച്ചന്മാർക്കും എം എം വ്ളോഗ് ഫൈജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ചിക്ക്മാംഗ്ലൂർക്കാണ്. പോണ വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഒരു 9 കിലോമീറ്റർ 8 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ വിചാരിച്ച പോയിന്റിൽ എത്തും. അപ്പോൾ നമ്മളെ കൂടെ നിന്ന് നമ്മളെ കബീർസില്ല, ജമാൽ സാറും ജാഫർ സാറൊക്കെ ഉള്ളത്. മുമ്പത്തെ വീഡിയോയിൽ വരുന്ന നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ മച്ചന്മാരാണ്. ജമാൽ സാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിലുള്ള വീഡിയോകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പോണ പോക്കുള്ള വീഡിയോസ് നമ്മൾ നേരെ ബാംഗ്ലൂർക്കാണ് പോണത്. പോണ വഴിയിലുള്ള വീഡിയോസ് മാക്സിമം പകർത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചിക്ക്മാംഗ്ലൂർ ഫസ്റ്റ്, അത് കഴിഞ്ഞ് ബാംഗ്ലൂർ. അപ്പോൾ മച്ചന്മാരെ ചിക്കമാംഗ്ലൂർ ഏകദേശം എത്തിയിട്ടുണ്ട്. ചിക്കമാംഗ്ലൂരിൻ്റെ ഒരു ഭാഗത്തു കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രകൃതി കേട്ടോ, നല്ല കാലാവസ്ഥയാണ്, ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡാണ്. ഇതേപോലെ ഭയങ്കര നീണ്ട റോഡ്, കാലി റോഡാണ്. അധികം വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിതുവരെ യാത്ര ചെയ്തതിൽ കേരള വണ്ടികൾ കുറവാട്ടോ. വിരലിൽ എണ്ണാൻ പറ്റണ അത്രയും വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെയാണ്. നമ്മൾ ഒരുപാട് ചോദിക്കും അവിടെ പോയിട്ട് എന്താ കാണാനുള്ളത്, അവിടെ എന്താ ഉള്ളതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ യാത്രകളും പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു പ്ലേസാണ് ചിക്കമാംഗ്ലൂർ. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. എങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താനായിട്ട് ഞങ്ങൾ നേരെ മുമ്പിൽ ഒരു ഒമ്നിയിൽ കേരള വണ്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരിതേപോലെ ചിക്കമാംഗ്ലൂർ കാണാൻ വന്നാണെന്ന് തോന്നുന്നു. ഇതെല്ലായിടത്തും 2-3 ചെക്ക് പോസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പൊതുവേ കേരള വണ്ടി കാണുമ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ യാത്രകളാണ് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. കാരണം ഒരുപാട് വൈബ് ഉണ്ട്. അതേപോലെ തന്നെ പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ കണ്ടത് ബാംഗ്ലൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കേട്ടോ. മൈസൂർ, ബാംഗ്ലൂർ. ഇതാണ് ഈ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിക്കമാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരുപാട് പരന്ന് കിടക്കുന്ന ഏരിയയാണ്. അതിൻ്റെ ഒരു ഭാഗത്താണ് ഈ സംഭവം ഉള്ളത്. നല്ല വേറൊരു ലെവലാട്ടോ ഈ സംഗതി. ആ പോണ വഴിയിലുള്ള ഒരു അവസ്ഥയാണിത്. ചെറിയ ചാറ്റൽ മഴയും നല്ല ഫോഗും. നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടാണ് പോണത്. ഇതാണ് പോണ വഴിയിലുള്ളൊക്കെ അവസ്ഥ. നല്ല പച്ചപ്പും നല്ല ഫോഗും, ഭയങ്കര തണുപ്പാട്ടോ. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ നമ്മളെ വെറുപ്പിക്കുന്നൊരു തണുപ്പല്ല, നല്ല രസമായിട്ടുള്ളൊരു തണുപ്പുണ്ടല്ലോ, രാവിലൊക്കെ കിട്ടുന്നൊരു തണുപ്പ്. അതേപോലത്തെ ഒരു തണുപ്പാണ്. ഒരു സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇതേപോലെ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്തിട്ടാണ് പോണത്. നമ്മൾ മച്ചാന്മാർ വണ്ടിയിലിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് ഷൂട്ട് ചെയ്ത് കണ്ട് കയറുന്നത്. നല്ല വ്യൂ ആണ്. ഇതുണ്ടോ, ഒരുപാട് ഏക്കർ കണക്കിന് കാലി സ്ഥലങ്ങളാണ്. അവിടെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ട് നിൽക്കുകയാണ്. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷികളാട്ടോ. കമ്പ കൃഷി, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. കവുങ്ങിൻ്റെ കൃഷി, ചിക്കു. വരുന്ന വഴിയിലൊക്കെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിതേപോലെ ഇറങ്ങും, ഷൂട്ട് ചെയ്യും. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗർ റിസോർട്ടിലേക്കാണ് പോകാനുള്ളത്. പോകുന്ന വഴിയിലൊക്കെ ഇതേപോലത്തെ വ്യൂ കേട്ടോ. പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇതേപോലെ നിർത്തിയിട്ട് മാക്സിമം എൻജോയ് ചെയ്ത് കണ്ട് പോവുക. കാഴ്ചകളെന്ന് മാത്രമല്ല, നല്ലൊരു വൈബാണ് നമുക്ക് തരുന്നത്. ഇതുണ്ടോ, നമ്മൾ വിചാരിക്കും യാത്രകളിൽ ഒരുപാട്
സ്ഥലങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാനുള്ള കാഴ്ചകൾ ഇതാണ്. പ്രകൃതി, യാത്ര, ഈ രണ്ടു സംഭവങ്ങളാണ് എവിടെ പോയാലും നമുക്ക് കിട്ടുന്നൊരു അറ്റ്മോസ്ഫിയർ. ഞങ്ങൾ ടൈഗർ റിസോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ സാറാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കണം, എല്ലാവരും താപാനാണ്. മുമ്പിലോട്ട് പോകുന്തോറും കാണുന്നുണ്ടാവും നിങ്ങൾ എന്താണ് വൈബിലെ. നല്ല റോഡും എല്ലായിടത്തും കൃഷിയാട്ടോ. കൃഷി നിറഞ്ഞൊരു ഏരിയയാണ്. നീണ്ട റോഡ്, പരന്ന് കിടക്കണ കാലി റോഡാണ്. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ്. ഭക്ഷണം കഴിക്കണം. നല്ലൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറി നോക്കാം നമുക്ക്. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയ തെറ്റില്ലാത്തൊരു ഹോട്ടലിൽ കയറിയിരിക്കണേ. മറ്റേ 2-3 കുമ്മന്മാരും ആദ്യം തന്നെ കയറി ഉള്ളിലിരിക്കുന്നുണ്ട്. എന്താടാ ഭക്ഷണം കിട്ടിയാ? റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ഓർഡർ ചെയ്തിരിക്കണേ നമ്മൾ പറഞ്ഞേ. മീൽസ് ഓഹ് ഭയങ്കരം. ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളിപ്പോൾ ടൈഗർ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. പ്രായത്തെ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉന്മേഷം വെച്ചിട്ടുണ്ട്. ഏകദേശം ടൈഗർ റിസോർട്ടിലെ ഭക്ഷണം കഴിച്ചാൽ അവിടെ നിന്ന് ഒരു 12 കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട്. ഒക്കെ റൂട്ട് മാപ്പ് വഴിയായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിയിലൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ എല്ലായിടത്തും വെള്ളച്ചാട്ടമൊക്കെ ആർക്കും പുത്തിരി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ കൂടുതൽ ഷൂട്ട് ചെയ്തില്ല. ഏകദേശം നമ്മൾ ടൈഗർ റിസോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അവിടെ അന്വേഷിച്ചിട്ട് ബാക്കി നോക്കാം നമുക്ക്. ടൈഗർ റിസോർട്ടിൽ ഞങ്ങൾ കയറിയില്ല. ഏകദേശം 2.5 മണിക്കൂർ സമയം അവിടെ സ്പെൻഡ് ചെയ്യണം. 500 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താനുള്ളതാണ്. ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് നാട്ടിലേക്ക് എത്താനുള്ളതാണ്. തിങ്കളാഴ്ചയാണ് കട തുറക്കണം. വരുന്ന വഴിയിലുള്ള വ്യൂ ആട്ടത് ഭയങ്കര ഒരു വൈബാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ വരുന്ന ഒരു സ്ഥലമാട്ടത്. ഭയങ്കര ഒരു കാലാവസ്ഥയും ഒക്കെ. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പിന് വന്നാണ്. അപ്പോൾ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പിടിക്കുകയാണ്. റോഡിലേക്കുള്ള അവസ്ഥ കേട്ടോ. നിറച്ച് മാടുകളും കാര്യങ്ങളും 2-3 സ്ഥലത്ത് ഇതേപോലെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഷൂട്ട് ചെയ്താലാണ്. കുറേ ഓണടിച്ചിട്ടാണ് മാടുകൾ റോഡിൽ നിന്ന് മാറേണ്ടത്. വൈകുന്നേരം സമയമായതുകൊണ്ട് അതായത് സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ ആൾക്കാർ അവരെ കൊണ്ടുപോകാൻ തോന്നുന്നു. ബാക്കിൽ 2-3 ആൾക്കാർ വടിയും കൊണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ചിക്കമംഗ്ലൂരിനോട് ഇങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധ സ്ഥലങ്ങളിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. സമയം പരിമിതി മൂലമാണ്. പിന്നെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ RT-PCR ടെസ്റ്റ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടം യാത്ര ആയതുകൊണ്ട് ഇങ്ങനെയാണ് നിർത്തുകയാണ്. അപ്പോൾ എല്ലാ അച്ഛന്മാരോടും നമ്മളെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ് MM Vlog 5G. താങ്ക് യു. അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം. ഓക്കെ.